നാട്ടിലോട്ട് തുടരുമ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്നത് സാധാരണ നമുക്കറിയാം എംപിമാരാകുന്നവർ MLA മാരാകുന്നവരൊക്കെ പിന്നീട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുക എന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പല പ്രമുഖരെയും ഉയർത്തിക്കാണിച്ചുകൊണ്ട് മേയർ സ്ഥാനാർത്ഥിക്കായി ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അങ്ങനെ തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച നിയാസ് പുളിക്കലകത്ത് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അത് പരപ്പനങ്ങാടിയിലേക്ക് ആണ് എന്നുള്ളതാണ്. പരപ്പനങ്ങാടിയിൽ നിയാസിനെ കളത്തിലിറക്കുമ്പോൾ അവിടെ ഭരണമാറ്റം ആണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഈ പരപ്പനങ്ങാടിയുടെ ഒരു പ്രത്യേകത, ആ തദ്ദേശ ഭരണ സ്ഥാപനം രൂപീകൃതമായതിനു ശേഷം ഇതുവരെയും ഇടതുപക്ഷത്തിന് ഭരിക്കാൻ സാധിച്ചിട്ടില്ല. UDF ആണ് ഇത്തവണയും ഇപ്പോഴും ഭരണത്തിലിരിക്കുന്നത്. അതുകൊണ്ട് UDF, അതായത് നിയാസിനെ കളത്തിലിറങ്ങിയാലും പരപ്പനങ്ങാടി കൈ വിടില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. UDFിലെ ഭിന്നതയാണ് 2010-15 കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിലും ജനകീയ വികസന മുന്നണിക്ക് രൂപം കൊടുത്തത്. പരപ്പനങ്ങാടി 2015-ൽ അത്തരത്തിൽ ജനകീയ വികസന മുന്നണിയായി മുസ്ലിം ലീഗിനെതിരെ മത്സരം നടന്ന ഒരിടമാണ്. മുസ്ലിം ലീഗ് അതിനെ സാമ്പാർ മുന്നണി, അവിയൽ മുന്നണി എന്നൊക്കെ പരിഹസിക്കുന്നുണ്ടെങ്കിലും ജനകീയ വികസന മുന്നണി ഇന്നും പരപ്പനങ്ങാടിയിൽ സജീവമാണ്. 2025-ലും ജനകീയ വികസന മുന്നണി കപ്പും സോസറും അടയാളത്തിലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇത്തവണ അധികാരത്തിലേറാം, വലിയ മാറ്റം കൊണ്ടുവരാമെന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നിയാസ് പുളിക്കലകത്താണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അദ്ദേഹം മാറി നിന്നല്ല, തൻ്റെ വാർഡിൽ മത്സരിച്ചുകൊണ്ടാണ് ഈയൊരു ജനകീയ വികസന മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്. മുൻപ് നിയമസഭയിലേക്ക് മത്സരിച്ച അദ്ദേഹം എന്തുകൊണ്ട് വാർഡിൽ മത്സരിക്കുന്നു, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നത് എല്ലാവർക്കും അറിയാം, പക്ഷേ എന്തുകൊണ്ട് നഗരസഭയിലേക്ക് മത്സരിക്കുന്നു? നമ്മുടെ സേവനങ്ങൾ, ജീവിത കാലഘട്ടത്തിലുള്ള സേവനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ജനവിഭാഗത്തിന് ഗുണം ചെയ്യുകയാണെങ്കിൽ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും പാൽ സൊസൈറ്റിയിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ മത്സരിക്കാൻ തയ്യാറാണ്. ഒരു പൊതുപ്രവർത്തകൻ അധികാരം ഒരു അലങ്കാരമൊന്നും അല്ലല്ലോ. മക്കളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇന്ന അധികാരമുണ്ട് എന്ന് പറയലൊന്നുമല്ലല്ലോ ലക്ഷ്യം. എവിടെയാണോ നമ്മുടെ പ്രസൻസ് വേണ്ടത്, മരിക്കുന്നത് വരെ അവിടെ പ്രസൻസ് ഉറപ്പിക്കുക. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നഷ്ടമായിരിക്കും. അതൊരു ഉദ്യമമായിട്ട് തന്നെ മരണം വരെ തുടർന്ന് പോകാനാണ് താല്പര്യം. കുറച്ചുകൂടി ഒരുക്കത്തിൽ ജനകീയ വികസന മുന്നണി ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണെന്ന് തോന്നുന്നു. അല്ല, പരപ്പനങ്ങാടിക്കാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 63 വർഷം ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അതാ, പാഴായിപ്പോയ 63 വർഷം മാറ്റാൻ ഉറച്ച് പരപ്പനങ്ങാടിക്കാർ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി, പ്രത്യശാസ്ത്രങ്ങൾക്ക് അതീതമായി പരപ്പനങ്ങാടിയിൽ ഒരു മാറ്റം, പുതിയ തലമുറയ്ക്ക് അനിവാര്യമായ ഒരു വികസനം കൊണ്ടുവരുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രബുദ്ധതയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള, നല്ല പരിജ്ഞാനമുള്ള, സാങ്കേതിക മികവുള്ള പുതിയ തലമുറ അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പാർട്ടിയും പ്രത്യശാസ്ത്രവും വിഭാഗീയതകളൊന്നും തടസ്സമല്ല എന്നാണ് ഈ 10-35 കൊല്ലത്തോളമുള്ള പൊതുപ്രവർത്തനത്തിലുള്ള ഞാൻ മനസ്സിലാക്കിയൊരു കാര്യത. അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. 2015-ൽ ജനകീയ വികസന മുന്നണി എന്ന ഒരു സംവിധാനത്തെ UDF സാമ്പാർ മുന്നണി എന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു നേരിട്ടിരുന്നത്. പക്ഷേ പലയിടത്തും വോട്ടുകൾ നേടുകയും സീറ്റുകൾ നേടുകയും ഭരണത്തിന് തൊട്ടടുത്തെത്തുകയും ചെയ്തു. ഇത്തവണ പരപ്പനങ്ങാടി മാത്രം കേന്ദ്രീകരിച്ചിട്ടാണോ ഇതിനൊരു മൃഗീയ ഭൂരിപക്ഷമുള്ളൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് പരപ്പനങ്ങാടിയൊക്കെ മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷമുണ്ട്. അവരൊരു വലിയ പാർട്ടിയാണ്. ഞങ്ങൾക്കതിനോട് മത്സരിക്കുവാനുള്ള ശക്തിയില്ല എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ആ വ്യക്തമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവരാണ്. അതിന് ധാർഷ്ട്യം അവർക്കുണ്ടാവും. അപ്പോൾ ആ ഒരു സംവിധാനത്തിനെതിരെ എന്ത് രൂപക്കും പല പേരിട്ട് അവർക്ക് വിളിക്കാമല്ലോ. പരിഹസിക്കാം, കടന്നാക്രമിക്കാം, വലിയ രൂപത്തിൽ തെറി പറയാം, ഇതൊക്കെ പറയാം. അത് കാരണം അവരുടെ ആ ഭൂരിപക്ഷത്തിൻ്റെ ധാർഷ്ട്യമാണ്. ഞങ്ങളിനി എത്ര ഭൂരിപക്ഷം കിട്ടിയാലും വിശാല ബോധ്യത്തോടു കൂടി, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി, മനുഷ്യ സ്നേഹത്തോടു കൂടി പെരുമാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളൊരു കാര്യം. മനുഷ്യൻ നല്ല മനുഷ്യനാവുക എന്നുള്ളതാണല്ലോ. നമ്മളിത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്, നമ്മളിങ്ങനെ സ്വയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക, ആത്മശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ആ വലിയ സംവിധാനത്തിനെതിരെ ഞങ്ങൾക്കൊറ്റയ്ക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന പരപ്പനങ്ങാടിയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു കൂട്ടായ്മയിലൂടെ ആ ഒരു ലക്ഷ്യം ഒരു പ്രാവശ്യം ഇന്ന് ഈ പറയുന്ന സാമ്പാർ മുന്നണി, മറ്റേ മുന്നണി എന്നൊക്കെ പറയുന്ന അതിന് പോലും ഒരു തിരിച്ചറിവ് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും പരസ്യമായിട്ട് പിന്തുണയിട്ടുണ്ടോ? ഈ ധാർഷ്ട്യമുള്ള, മഹാഭൂരിപക്ഷമുള്ള, ഒരു കുത്തകയുള്ള സംവിധാനം മാറണമെന്ന് ആഗ്രഹിക്കുന്ന പരപ്പനങ്ങാടിയിൽ 57,000-ൽ പരം വോട്ടർമാരിലെ മഹാഭൂരിപക്ഷം ആളുകളും ആ മാറ്റം ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ പിറകിൽ ഒന്നുകിൽ ഇങ്ങനെ ശക്തമായിട്ട് അവർ ഫിസിക്കലായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. ചില ആളുകൾ മാനസികമായിട്ട് ഞങ്ങളുടെ പിന്നിൽ നിലകൊള്ളുന്നുണ്ട്.
ഉറപ്പാണ്. ഇവിടെ വിജയിച്ച് കയറാമെന്നുള്ള ആത്മവിശ്വാസം തന്നെ. അല്ല, വിജയം ഒരു മഹാ ഉത്സവമൊന്നുമല്ല. ഇനി വിജയിക്കുമെന്നുള്ള ഉത്തമ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി വിജയിച്ചില്ലെങ്കിൽ ഇത് പുതിയ തലമുറക്ക് നൽകുന്നൊരു സന്ദേശമാണ്. ഒരു മൃഗീയ ഭൂരിപക്ഷമുള്ള മൃഗീയ ആധിപത്യമുള്ള ഒരു സംവിധാനത്തെ മാറ്റുവാൻ വേണ്ടി ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സമൂഹം പ്രവർത്തിച്ചു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുമല്ലോ. എന്തായാലും ഇത് ഒരു പുണ്യകരമായൊരു പ്രവൃത്തിയാണെന്നുള്ളത് ഉറച്ച വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നിയമസഭയിൽ തിരുവരങ്ങാടിയിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിയമസഭ അത് ഈ പ്രവർത്തകന്മാരുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിൽ പാർലമെൻറ്റിലേക്കും അൽസസിറ്റിയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മത്സരിക്കും. എവിടെയാണോ നമ്മൾ ഒരു മിനിറ്റ് സമയം ചിലവഴിക്കുന്നത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നുവോ അവിടെയൊക്കെ ഉണ്ടാവും. അതാണല്ലോ പൊതുപ്രവർത്തനം. മുൻപില്ലാത്ത വിധം UDF ഒറ്റക്കെട്ടായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് UDFിൻ്റെ അവകാശവാദം. ലീഗും കോൺഗ്രസും നല്ല ഐക്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ജനകീയ വികസന മുന്നണിക്ക് ഇവിടെ ഒന്നും ചെയ്യാനാകില്ലെന്നും അവർ അവകാശപ്പെടുന്നു. ലീഗിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ UDFിൻ്റെ പ്രതീക്ഷ ഭരണ തുടർച്ച തന്നെയാണ്. അത് മുൻനിർത്തിയാണ് അവരുടെ പ്രചാരണങ്ങളും. ലീഗിൻ്റെ തന്നെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നൊരു നഗരസഭയാണ് കഴിഞ്ഞ തവണ. പക്ഷെ പൂർണ്ണമായിട്ടും ഭരണത്തിലേറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇടതുപക്ഷ തവണ സ്വതന്ത്രമായ നേതൃത്വത്തിലുള്ള പരീക്ഷണത്തിനാണ് മുൻകൈ എടുക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പിന്നെ പരപ്പനങ്ങാടി എന്ന് പറയുന്നത് UDFിന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയാണ്. കഴിഞ്ഞ തവണ UDFിന് 29 സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വന്നതാണ്. ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർച്ച പരപ്പനങ്ങാടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ പരപ്പനങ്ങാടി ഒരു സാമ്പാർ മുന്നണി പോലൊരു മുന്നണി കുറച്ച് കാലങ്ങളായി പരപ്പനങ്ങാടിൽ കണ്ടുവരുന്ന പ്രതിഭാസമാണ്. പക്ഷേ അതിനെ പരപ്പനങ്ങാടിക്കാർ കൃത്യമായി അതിനെ തിരിച്ചറിയുകയും UDFിനെ വീണ്ടും അധികാരത്തിലെത്തുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. പൊടിക്കലകത്തൊക്കെ മത്സരത്തിനുണ്ടല്ലോ തവണ, അതെങ്ങനെ കാണുന്നു? അല്ല, അത് ഞങ്ങളെ സംബന്ധിച്ചോളം പിന്നെ ഒരു വ്യക്തി കേന്ദ്രീകമായ ഒരു ഇലക്ഷൻ നേടുന്ന ഒരു സമ്പ്രദായം UDFിനില്ല. ഞങ്ങളൊരു ആദർശവും UDF എന്ന സംവിധാനത്തോട് മുന്നോട്ട് പോകുന്നു. വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സംവിധാനമല്ല UDF. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി അതിന് നേതൃത്വം നൽകുന്നത് കൊണ്ട് UDFിന് അതിന് വലിയൊരു ഭീഷണി ഒന്നായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. പറഞ്ഞത് കഴിഞ്ഞാൽ BJPയുടെ സഹായത്തോടെ ഭരിച്ചു എന്നുള്ളതാണ് സ്വതന്ത്ര മുന്നണിയുടെ അല്ലെങ്കിൽ നിയാസ് അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അല്ല, അത് കഴിഞ്ഞ തവണ 29 സീറ്റ് UDFിനുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ സഹായത്തിന് ആവശ്യമില്ല. 2015 ഒരു ഏകദേശം ഒരേപോലെ സീറ്റ് വന്ന സമയത്ത് BJPയുടെ സഹായം അവരാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ സഹായം കിട്ടാതിരുന്നതിൻ്റെ കാരണം അന്ന് ചാനൽ ചർച്ചയിൽ അന്നത്തെ CPMൻ്റെ നേതാവ് അതിൽ BJPൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾ പരപ്പനങ്ങാടി ഭരിക്കില്ല എന്ന് അന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഒരു മുന്നണി സമവാക്യം അന്ന് ഭരിക്കാൻ സാധിക്കാത്തത്. അതല്ല UDFിനെ സംബന്ധിച്ചാൽ UDFിന് ഒരു BJPൻ്റെ സഹായത്തോടുകൂടി ഭരിക്കേണ്ട ഒരു നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പരപ്പനങ്ങാടിയിലില്ല. അന്നത്തെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണത്തെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള പ്രചാരണം തന്നെയായിരിക്കും. ഞാൻ കഴിഞ്ഞ തവണത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല പരപ്പനങ്ങാടിയിൽ 2-3 മെഗാ പ്രൊജക്റ്റുകളുണ്ട്. അദ്ദർബ് സാഹിബും വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് കൊടുക്കുന്ന പദ്ധതികൾ അത് കഴിഞ്ഞ 9.5 വർഷക്കാലമായി അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു ഫണ്ട് നൽകില്ല. ഉദാഹരണം പറഞ്ഞാൽ LBS കോളേജിൻ്റെ സ്ഥലമേറ്റെടുപ്പിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ പോലും ഒരു രൂപ പോലും നീക്കി വെക്കാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ സയൻസ് പാർക്ക്, അതേപോലെ തന്നെ നമ്മുടെ ഉത്തൻപേടി അണ്ടർപാസ് നിർമ്മാണം, ഇതൊക്കെ അതേപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം, ഇതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടി വരേണ്ട പദ്ധതികളാണ്. പക്ഷേ 9 വർഷക്കാലമായി അതിനൊരു നയാ പൈസ പോലും നൽകാതെ അതിനെ കൊന്നൊടുക്കുന്ന ഒരു വലിയൊരു പദ്ധതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് പരപ്പനങ്ങാടിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെതിരെ വികാരം സ്വാഭാവികമായി പരപ്പനങ്ങാടി ഉണ്ടാകും. പരപ്പന നഗരസഭയുടെ തനതായ ഫണ്ടുകളും നഗരസഭ കിട്ടുന്ന പ്ലാൻ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് നഗരസഭ കൃത്യമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ജനകീയ മുന്നണി ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാവുന്ന വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഭീഷണി പരപ്പനങ്ങാടി ഇല്ല. അങ്ങനെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയാലോ. പരപ്പനങ്ങാടിക്കാർ പ്രബുദ്ധമായ പരപ്പനങ്ങാടിക്കാരാണ്. ആരെയാണ് ഈ തട്ടിക്കൂട്ട് മുന്നണികൾ മുന്നണികൾ പരപ്പനങ്ങാടി തിരിച്ചറിയും. അവർക്ക് ആവശ്യമുള്ള ദീർഘവീക്ഷണത്തോടുള്ള ഭരണത്തെ കൊണ്ടുവരാമെന്ന രീതിയിൽ പരപ്പനങ്ങാടി ജനങ്ങൾ അത്. പരപ്പനങ്ങാടി നഗരസഭയിൽ പലയിടങ്ങളിലും BJPക്ക് കാര്യമായ സ്വാധീനമുണ്ട്. 2015-ലും 2020-ലും അവർ പരപ്പനങ്ങാടി നഗരസഭയിൽ സീറ്റുകൾ നേടിയിട്ടുണ്ട്. ആര് ഭരിക്കണമെന്നത് തങ്ങൾ നിശ്ചയിക്കുമെന്നതാണ് BJPയുടെ അവകാശവാദം. എന്നാണെങ്കിലും ഒരു വശത്ത് UDFും മറുവശത്ത് ജനകീയ വികസന മുന്നണിയും പോരാടുമ്പോൾ BJP എത്ര വോട്ട് നേടുമെന്നുള്ളതും ഇവിടെ പ്രസക്തമായ കാര്യമാണ്. പരപ്പനങ്ങാടിയിൽ നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.